ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. ഇരുദേശം നബിയൊരു കിഴവനും സലാമായി ചൊന്നേ. ചൊന്നവർ മന്നൻ നബി കരമേറ്റി എന്നുടെ കൊതി എന്നുള്ളിൽ ചാറ്റി. കുഞ്ഞുകിഴവൻ പൂക്കൾ പോറ്റി പോറ്റിയുടെ വറുതവം പ്രിയമുടെ ഹബീബുള്ളാവേ. പോരീശ കടലുടെ ദിനകരം റസൂലുള്ളാവേ. ഇരുലോകം ജയമണി നബിയുള്ള തിരുവും വന്നേ. അസ്സലാമു അലൈക്കും. പ്രായം തന്നെയാണോ? പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പയൊക്കെ പറയുന്ന കേൾക്കാം, സംഘം എന്നൊക്കെ പറയുന്ന കേൾക്കാം, സൊസൈറ്റി എന്നൊക്കെ പറയുന്ന കേൾക്കാം. പണ്ട് ഒരു 10-40 കൊല്ലം മുമ്പുള്ള കഥയാന്ന് വിചാരിച്ചോ. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന ബാങ്കുകളൊന്നുമില്ല. ഇപ്പം മുക്കിനും മൂലക്കെല്ലാം ബാങ്കുകളാണ്. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ സംഘത്തിൽ ആഴ്ചക്ക് പൈസ കെട്ടി ചെയ്യുക. നാടൻ പണിക്കാരും വീട് തിരക്കുന്നവരും നെയ്ത്തിൻ്റെ പണി ഉണ്ടായിരുന്നു. നെയ്ത്തിൻ്റെ പണിയെടുക്കുന്നവരെല്ലാം ഇങ്ങനെ ആഴ്ചക്ക് കിട്ടുന്നതിൽ ഒരു തുക ചിലവും കഴിഞ്ഞിട്ട് അടക്കം കെട്ടും. എന്നിട്ട് എന്ത് ചെയ്യും, കൊല്ലത്തിലൊരിക്കുക 2 കൊല്ലത്തിലൊരിക്കുക ഒരു വലിയ തുക അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ പലിശയും ഇല്ല, കൊടുക്കലും ഇല്ല, വാങ്ങലും ഇല്ലായിരുന്നു. പിന്നെ അത് വളർന്ന് സൊസൈറ്റിയായി മാറി. ആ സൊസൈറ്റി വളർന്ന് പിന്നെ ചിട്ടി ഫണ്ടിലേക്കായി, ചിട്ടിയായി, കുറിയെടുക്കുന്ന പരിപാടിയിലേക്കെല്ലാം എത്തി. അത് പണ്ടുകൊണ്ട് ഇല്ലയെന്നല്ല. ഇന്നതൊക്കെ വളർന്ന് പന്തലിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അറബ് രാജ്യത്ത് വരെ എത്തി എന്നുള്ളതാണ്. കൊടുക്കലും മേടിക്കലും പലിശ എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തി. അപ്പം പണ്ടൊക്കെ ഒരു ബർക്കത്തുണ്ടായിരുന്നു. ഇന്ന് ആർക്കും ഒരു ബർക്കത്തും ഇല്ല. ഒറ്റപ്പെട്ട ഒരാളെ കണ്ടിട്ടൊന്നും നമ്മൾ പറയണ്ട, എല്ലാവർക്കും ഭയങ്കര ബർക്കത്താണ്. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം, വണ്ടിയായാലും വീടായാലും എല്ലാം മൊത്തത്തിൽ ലോണാണെന്നുള്ള പറഞ്ഞില്ലേ. അപ്പോൾ ആ സംഘത്തിൻ്റെ പരിപാടി ഇന്നും നമ്മൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ബസ്സിൽ കയറിയിട്ടല്ല നമ്മൾ ഒരു വണ്ടിയിലോ ബൈക്കിലോ കാരണമായിട്ടും പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കണ്ണൂർ വരെ പോയാലും അങ്ങ് കാസർഗോഡ് വരെ എത്തിയാലും അങ്ങ് കോഴിക്കോട് വരെ എത്തുന്നതെല്ലാം നമ്മൾ റോഡ് സൈഡിൽ കാണുന്ന തികച്ചും 2 നില വീടുകളും ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു എല്ലാവരും നന്നായി, ഞാൻ മാത്രം നന്നായിട്ടില്ല എന്നങ്ങനെ വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ് നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ, കാണുന്നതൊന്നല്ല യാഥാർത്ഥ്യം. അത് പണക്കാർ വലിയ പൈസ കൊടുത്തിട്ട് റോഡ് സൈഡിൽ സ്ഥലം എടുത്ത് വീട് വെച്ച്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും നന്നായി പോയി, കേരളക്കാർ ദേശം നന്നായി പോയി എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഞാൻ മാത്രം നന്നായിട്ടില്ല എന്നുള്ള ഒരു ചിന്ത വരിക അതിൽ. പിന്നെ അതിൻ്റെ പുറകുവശമുണ്ട് നിൽക്കുന്നു. പുറകുവശം പോയിട്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമോ എത്രത്തോളം വിഷമത്തിൽ ജനങ്ങൾ കഴിയുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും ഹൈർ, നമ്മളെ കേരളത്തിൽ ഒന്നും ഇല്ലെങ്കിൽ പട്ടിണി ഇല്ലാണ്ട് എല്ലാവരും ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ ഞാൻ കണ്ട നാടുകളിൽ ഒരു നാടുണ്ട്, അതായത് ആ കൊടക് മുതൽ അങ്ങ് പിടിച്ചാൽ പേട്ടാക്കിയിട്ടല്ലായിട്ടുള്ള വീരാജ്പേട്ടയുടെ ഇതെല്ലാമായിട്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ആസന ഷീമുഖ വരെ എത്തുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ പണ്ട് 10-30 കൊല്ലം മുമ്പുണ്ടായ നമ്മളെ വീടും നമ്മളെ ജീവിതം ആ ചുറ്റുപാടെല്ലാം ഉണ്ടായില്ലേ, അതിൽ തന്നെ ഇന്നും ഉള്ളത് ആ ഓടിട്ട വീടുകളും പിന്നെ എന്തിനാ പറയുന്നത് പെട്ടിപ്പാട്ടെല്ലാം വെച്ചിട്ടുള്ള പണ്ടത്തെ ആ ഒരു കണ്ടീഷനിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷെ അവർ കല്യാണവും കാര്യം അത് ഇതെന്നെല്ലാം പറയുമ്പോൾ പുറം ലോകം കാണുന്ന രീതിയിലുള്ള കളികളെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമായി നമുക്ക് നാണായിപ്പോകും. അത്രക്കും ഒരു സ്റ്റൈലിലാണ് അവരെ നടത്തവും കാര്യവും എല്ലാം. പക്ഷെ ഉള്ളു പോയി നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, പണ്ട് 10-30 കൊല്ലം മുമ്പ് ചോരുന്ന പുരയൊക്കെ ആയിരുന്നു. എൻ്റെ പുരയൊക്കെ എന്ന് പറഞ്ഞാൽ ഓലപ്പുരയിലായിരുന്നു ഞാൻ ജനിച്ചത്, ഓലപ്പുര. അത് കഴിഞ്ഞ് ഓടിട്ട പുരയായി മാറി. മണ്ണിൻ്റെ ചുമരല്ലായിട്ടുള്ള മണ്ണിൻ്റെ കട്ടയിലുണ്ടാക്കിയ വീട്ടിൽ മേഞ്ഞ വീട്ടിലായിരുന്നു എൻ്റെയൊക്കെ ജന്മം. അതെല്ലാം മാറി പിന്നെ ഓടിട്ട വീടായി മാറി. പക്ഷെ ഇന്നും ഞാനീ പറഞ്ഞ
കൊടക് മുതൽ അങ്ങ് ആസന ശീമുഖം വരെ പിടിച്ചു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഈ കട്ടപ്പുരകളും ഈ ഓലപ്പുരകളും ഈ ഓടിട്ട പുരകളും തന്നെയാണ് ഇന്നും. ഇതാണ് സത്യം. ഇന്നും അവിടെ വല്ലാതെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ചൂഷണമെന്ന് പറഞ്ഞാൽ ചെറിയ ചൂഷണമൊന്നുമല്ല. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കർണാടക സ്റ്റേറ്റിൽ നിന്നാണ് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ ഫ്രൂട്ട്സ് വരുന്നത്. ഇതേ ഫ്രൂട്ട്സ് ഈ പറയപ്പെടുന്ന നാട്ടിൽ പോയിട്ടും വിലക്ക് ഒരു പാവപ്പെട്ടവനിക്ക് മേടിക്കാൻ കഴിയില്ല. ഈ പാവപ്പെട്ടവനൊരു ഫ്രൂട്ട്സൊക്കെ ഇപ്പം കാണുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു വിരുന്ന് വരുമ്പോൾ അവരെന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലാണ് അവർ ഫ്രൂട്ട്സ് കാണുന്നത്. ഇന്നും നമ്മൾ കേരളക്കാർ അൽഹംദുലില്ലാ 24 മണിക്കൂർ ഫ്രൂട്ട്സിലും. ഞാൻ പറയുന്നത് സക്കാത്തിനൊക്കെ അർഹതപ്പെട്ടവർ എത്രയോ പേര് കിടക്കുന്നുണ്ട്. പക്ഷെ സക്കാത്ത് എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ ആർക്കൊക്കെയാണ് വിഷമമുള്ളത് അതൊക്കെ തീർത്തിട്ട് മാത്രമേ കൊടുക്കാൻ അള്ളാൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളൂ. അത് വേറൊരു സത്യമാണ്. മനസ്സിലായില്ല? ഇന്നത്തെ ബാങ്കുകളെല്ലാം 5000 കോടി 10,000 കോടി ആസ്തിയിൽ നിൽക്കുക. ഇതാരെ പൈസയാ? പടച്ചോൻ കാക്കട്ടെ. നമ്മളെ ഓരോരാളും നാളെ മാശറ ഇതിൻ്റെ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ. 150 വർഷം മുമ്പ് വരെ അടിമകളുണ്ടായിരുന്നു. 150 വർഷം മുമ്പ് വരെ ഒക്കെ അടിമത്തം ഉണ്ടായിരുന്നു. 150 വർഷത്തിന് ശേഷമാണ് ഈ അടിമത്തം ഇല്ലാണ്ടായത്. ഒരു അടിമ വീട്ടുടമസ്ഥൻ നോക്കുമ്പോൾ പാതിര നേരത്ത് സ്ത്രീനെ കാണുന്നില്ല. അയാൾ മൂത്രിക്കാനാവട്ടെ എണീച്ച സമയത്ത് നോക്കിയതാണ്. കാണായിട്ട് അയാൾ പരതി നോക്കുന്ന സമയത്ത് ആ സ്ത്രീ ഉള്ളത് എവിടെയാന്ന് പറഞ്ഞാൽ, ഈ വിറകൊക്കെ ഇടുന്ന അട്ടിക്ക് വെക്കുന്നതിൽ സ്ഥലം ഉണ്ടാകുമല്ലോ, അതായത് ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലം. ആ സ്ഥലത്താണ് ആ സ്ത്രീ ഇരുന്നിട്ട് അള്ളാഹുവിനോട് പറയാണ്, റബ്ബേ നിനക്കെന്ത് ഇഷ്ടം എന്നാണ്? ആരായി പറയുന്നത്? ഒരു അടിമ സ്ത്രീയായി പറയുന്നത്. നമ്മൾ എപ്പെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞിനാ ഞങ്ങൾ പറയണ്ടേ? നമ്മൾ ആ അടിമ സ്ത്രീയാണ് പറയുന്നത്. രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തത്, മൃഗത്തിന് സമമായിട്ട് പണിയെടുത്ത അടിമ സ്ത്രീയാണ് പറയുന്നത്, റബ്ബേ നിനക്ക് എന്ത് ഇഷ്ടം എന്നാന്ന്. പാതിരാക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാരക്കുന്ന ദ്വായാണിത്. ആ വീട്ടുടമസ്ഥൻ കേൾക്കുകയാണ്, റബ്ബേ നിനക്ക് എന്ത് ഇഷ്ടം എന്നാന്ന്. അതുകൊണ്ടാണല്ലോ നീ എന്നെ പാതിരാക്ക് എഴുന്നേൽപ്പിച്ചത്. നീ എനിക്ക് സ്വർഗം തരണേ റബ്ബേ, നീ എനിക്ക് സ്വർഗം തരണേ റബ്ബേ. അള്ളാഹു പടച്ചോനെ നമ്മളെല്ലാം അള്ള കാക്കട്ടെ. നിനക്കെന്ത് ഇഷ്ടം എന്നാന്ന്, അതുകൊണ്ടല്ലേ നീ എന്നെ എഴുന്നേൽപ്പിച്ചത്, എനിക്ക് പാതിര നേരത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ സുജൂദ് ചെയ്ത് നമുക്ക് തലവന്തിക്കാൻ കഴിയുക? നമുക്ക് എത്ര നിഅമത്തും ബർക്കത്തും സ്വാതന്ത്ര്യവും ആരോഗ്യവും പണവും എന്താ നമുക്ക് റബ്ബ് തരാഞ്ഞത്? അടിമ സ്ത്രീയാണ് പറയുന്നത്, റബ്ബേ നിനക്കെന്ത് ഇഷ്ടം എന്നാന്ന്, അതുകൊണ്ടല്ലേ നീ എന്നെ എഴുന്നേൽപ്പിച്ചെന്ന്. ഏത് പ്രതിസന്ധിയിലും മനസ്സ് തളരുന്ന സമയത്ത് ചെല്ലാൻ പറ്റിയൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി ഹസ്ഹലുക ഈമാനൻ യുബാശിറു ഖൽബി വയഖീനൻ സാദിഖൻ അത്താ അഹ്ലമ അന്നഹു ലൻ യുസിബനി ഇല്ലാമാ കതബ്തലി വരിളൻ ബിമാ കസ്സംതലി. ഇതിൻ്റെ അർത്ഥം പറയുന്നത്, അല്ലാഹുമ്മ ഇന്നി അസ്ഹലുക ഈമാനൻ, പടച്ചവനെ എനിക്ക് ഈമാൻ തരണേ. പടച്ചവനെ നീ എനിക്ക് ഈമാൻ തരണേന്ന്. യുബാശിറു ഖൽബി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഈമാൻ ഇറക്കിത്തരണേന്ന്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പോയിൻ്റ് പോലും കളയാതെ ഇറക്കിത്തരണേന്ന് പറയുന്നു. വയക്കീനൻ സാധിക്കൻ, ശക്തമാക്കണം ആ ഈമാനെ, നീ ശക്തമാക്കണം, സത്യമാക്കണം. അത്ത അഹ്ലമ അന്നഹു, എനിക്ക് മനസ്സിലാകാനാണ്. അത്ത അഹ്ലമ അന്നഹു, എനിക്ക് മനസ്സിലാകാനാണ്. ലൻ യുസിബനി ഇല്ലാ മാ കതബ്തലി,
പടച്ചവനെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇല്ലാമ കത്തബ്തിനി, അത് നിൻ്റെ തീരുമാനമാണ് എന്ന് ഞാനങ്ങ് മനസ്സിൽ വിചാരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഈമാനെ നീ ഇറക്കി തരണേന്നാണ് പറയുന്നത്. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് നിൻ്റെ ഖളായിൽ സംഭവിക്കുന്നതാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ഈമാൻ നീ എനിക്ക് തരണേന്നായി പറയുന്നത്. വരിളൻ ബിമ കസംതലി, എന്താണോ നീ എനിക്ക് വേണ്ടി നീ വിധിച്ചത് അതിൽ സന്തോഷം കാണാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ഈമാനെ നീ ഇറക്കി തരണേന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അതാ പറഞ്ഞത്, പടച്ചോൻ കാക്കട്ടെ നമ്മളെല്ലാം പടച്ചോൻ കാക്കട്ടെ. ഒരു നല്ല മലയാള പദ്യമുണ്ട്, ചെറുപ്പത്തിൽ പഠിച്ചതാ. മാവേലി നാടുവാണിടും കാലം. ഞാൻ എവിടെയോ ഒരു ചരിത്രം വായിക്കുമ്പം മാവേലിനെ പറ്റി ഞാൻ വായിച്ചിന്. അതാരാ മാവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേകമാൻ പെരുമാളിൻ്റെ പെങ്ങളെ മകനാണ് മാവേലി. ചേരമാൻ പെരുമാളിൻ്റെ മകൻ, പെങ്ങളെ മകൻ. ചേരമാൻ പെരുമാൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് പോയ ചരിത്രം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അതായത് ഒരു ദിവസം രാജാവാണ്, നമ്മളെ നാടിൻ്റെ രാജാവാണ്. ആ ചേരമാൻ പെരുമാൾ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് മേലെ നിന്ന് ബാലക്കാണിയിൽ നിന്ന് ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് ചന്ദ്രൻ പിളരുന്ന കണ്ടിരുന്നു, 2 കഷ്ണാകുന്നത്. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഒരുപാട് സഹാബാക്കൾ നമ്മളെ നാട്ടിൽ വന്ന് ഇറങ്ങിയില്ലേ. ഇറങ്ങിയ സമയത്ത് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത്, മുസ്ലിം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന സഹാബാക്കൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ആക്കിക്കൊടുത്തതിന് ശേഷം ചേരമാൻ പെരുമാൾ ചോദിക്കുന്നു, എന്താണ് റസൂലുള്ളാഹി ഉണ്ട് എന്നുള്ള ഉറപ്പെന്താണെന്ന് ചോദിക്കുക. എന്നാലും പറയുന്നത് ഇങ്ങനെ ചന്ദ്രൻ ഒരു പ്രാവശ്യം ഇങ്ങനെ പിളർത്തിയെന്ന് പറയുന്നു. അങ്ങനെയാണ് ചേരമാൻ പെരുമാളിന് കാണണമെന്നുള്ള, റസൂലുള്ളാഹിനെ കാണണം, ദീന് സ്വീകരിക്കണമെന്നും പറഞ്ഞ് റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി പോകുന്ന, തിരിച്ചു വരുന്ന സമയത്ത് സലാലയിൽ മരിച്ചു പോകുന്നു. ഇങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ ഈ ചേരമാൻ പെരുമാളിനെ കാണാതെ പോയപ്പോൾ, വരുന്ന കാണുന്നില്ല, മരിച്ചുപോയി, അന്ന് ഫോണും കീണോ അങ്ങനത്തെ ഇൻഫർമേഷൻ ഒന്നും ഉണ്ടാവില്ലല്ലോ. കാണാതെ പോയപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആര്, പെങ്ങളെ മകൻ. അങ്ങനെ പോയിട്ട് അവർ മുസ്ലിം മതം സ്വീകരിച്ച് തിരിച്ച് വന്ന് ഈ നാടിലെ രാജാവായിരുന്നല്ലോ ചേരമാൻ പെരുമാൾ. പിന്നെ ഇല്ലാതെ മരിച്ചു പോയതിന് ശേഷം പിന്നെ മരുമക്കളത്തായാണല്ലോ, അന്നത്തെ കാലത്ത് മരുമക്കത്തായ. അങ്ങനെ ഈ മകനായവനാണ് പിന്നെ ഈ നാട് ഭരിക്കേണ്ടത്. അന്നേരം മുസ്ലിം മതം സ്വീകരിച്ചിട്ട് വന്ന സമയത്ത്, ഞാനിങ്ങനെ മുസ്ലിം മതം സ്വീകരിച്ചെന്നും പറഞ്ഞാൽ അങ്ങനെ നാട് വായിക്കുന്ന സമയത്ത് പേരിട്ടുണ്ടായത്, മതം സ്വീകരിച്ചതിന് ശേഷം പേര് വന്നത് മുഹമ്മദ് എന്നായി. ഈ മുഹമ്മദ് എന്ന് പറയുന്നത് നാട്ടിലുള്ള നാട്ടുകാർക്ക് നാവ് വഴങ്ങാതെ വരുന്ന സമയത്ത് മമ്മാലി എന്നെല്ലാം വിളിക്കുന്ന കേൾക്കുന്നില്ല. മമ്മാലി, മുഹമ്മദ് അലീനെ മമ്മാലി എന്ന് വിളിക്കൂ, മുഹമ്മദ് എന്ന് വിളിക്കൂ. ഇതെല്ലാം മുഹമ്മദിൽ നിന്ന് വന്ന പേരുകളാണല്ലോ, മമ്മാലി എന്നല്ല. അങ്ങനെയാണ് ഈ മാവേലിൻ്റെ മരണശേഷമാണ് അത് പിന്നെ കൊണ്ടാടാൻ തുടങ്ങി. അങ്ങനെയാണ് മാവേലി എന്ന് പറയുന്നത് എന്നൊക്കെ ഉള്ള ഒരു ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ അവതരിപ്പിച്ച്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ലതാനും. അതായത് മാവേലി നാട് വാഴുന്ന സമയത്ത് മനുഷ്യരെല്ലാം ഒരേപോലെയാണ്. ആമോദത്തോടെ വസിക്കും കാലം ആപത്തെങ്ങാർക്കും മുട്ടില്ലതാനും. ആർക്കും ഒരാപത്തുണ്ടായിട്ടില്ല. ആദികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾക്കാനില്ല. ആദികളും വ്യാധികളും വെപ്രാളം ആദികളൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. പിന്നെ ബാലമരണങ്ങളും ഉണ്ടായിട്ടില്ല. അതായത് മരിച്ചു പോകുന്ന മക്കളില്ലേ, ഇന്ന് എന്തോ ഒരു കണക്ക് പ്രകാരം പറയുന്നത് ഒരു മാസത്തിലാണോ എന്നറിയില്ല, പെർ ഡേ എന്നറിയില്ല, 3000 മക്കൾ ഇന്ത്യ രാജ്യത്ത് മരിക്കുന്നുണ്ട് എന്നാ. പെർ ഡേ എന്ന് എനിക്കറിയില്ല, പെർ മന്ത് എനിക്കറിയില്ല. അന്ന് പറയാണ് മാവേലി നാട് വാഴുന്ന കാലത്ത്
മനുഷ്യരെല്ലാം ഒരേപോലെയായിരുന്നു. ആദികളില്ല, വിഷമങ്ങളും ബേജാറും വെപ്രാളോ ആദ്യമൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. വ്യാധികളൊന്നും ഉണ്ടായിട്ടില്ല, രോഗങ്ങളും ഉണ്ടായിട്ടില്ല, ബാലമരണങ്ങളും ഉണ്ടായിട്ടില്ല, ദുഷ്ടന്മാരെ കൺകൊണ്ട് കാണുവാനില്ല, ദുഷ്ടന്മാരെ കണ്ണിനെ കൊണ്ട് കാണാനേ കിട്ടൂലായിരുന്നു, ആർക്കൊരു ദുഷ്ടുണ്ടായിട്ടില്ല. മാവേലി നാട് വാഴുന്ന സമയത്ത് നല്ലവരല്ലാതെ ഇല്ല പാരിൽ, നല്ല മനുഷ്യരല്ലാതെ വേറെ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇല്ല പാരിൽ. ആരെണ്ണം തന്നിൽ പിടി പെട്ടിതു വന്യദേവൻ, കരഞ്ഞു തുടങ്ങിനാൾ ജരിതാത്തനുമപ്പോൾ, നിർഗുണനായ പിതാ വിവറ്റെ ഉപേക്ഷിച്ചാൽ ദുഃഖിക്കുമാറായി ഞാൻ. പൈതങ്ങൾ ഇവരോടും പറക്കാനില്ല ചിറകും, നടപ്പാനില്ല കാലും, മിറച്ചി കണ്ടാലെലി പിടിച്ചു തിന്നുമല്ലോ. കുറേ നേരം സംസാരിച്ചു പോയി തോന്നല്ലേ. 16 മിനിറ്റായി. അസ്സലാമലൈക്കും. മോനി.